പീസായിട്ട് പോയതാണ്. അപ്പോൾ അത് നമ്മൾ പുതിയ ബെൽറ്റ് മാറിയിട്ട് വേണം പമ്പ് ചെയ്യാൻ. ഇനി ഏകദേശം ഇന്നലെ രാത്രിയിൽ ഒരു 6 അടിയോളം പിന്നെയും താന്നിട്ടുണ്ട് വെള്ളം. കാരണം വെച്ചാൽ ഇത്ര ഏരിയ കൂടുതൽ കിടക്കുന്നതുകൊണ്ട് കുഴപ്പം പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. അപ്പോൾ ഇത് ഒരു 4 അടി 5 അടിയും കൂടെ താഴ്ന്നു കഴിഞ്ഞിട്ട് ഇത് രണ്ടായിട്ട് തിരിയും. അപ്പോൾ രണ്ടായിട്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരെണ്ണം വറ്റിച്ച് കഴിഞ്ഞിട്ട് അടുത്തവൻ വറ്റിക്കാൻ കരുതിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ കൂടെ കാണാം. ഓക്കെ. വെള്ളം കോരി വെച്ചാലോ അത് ഉണ്ടാവും, സ്വാഭാവികമാണ്. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല, പരിഹരിക്കുന്നതിലാണ് കാര്യം. അപ്പോൾ ഇത് മാക്സിമം ലൂസ് ചെയ്ത് തരണമെങ്കിൽ ഇതെല്ലാം ടൈറ്റ് ചെയ്തു. ആ ബേസ് എടാ ഇച്ചിരി ലെവൽ കുറവ് വ്യത്യാസമുണ്ട് കേട്ടോ. അല്ല അത് തന്നോളൂ. ഒരു വർക്കിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം പ്രശ്നങ്ങളുണ്ടാവും. അത് നമ്മൾ സ്മൂത്തായിട്ട് പരിഹരിക്കുന്നതിലാണ് കാര്യം. അപ്പോൾ നമ്മളത് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു 1/2-3/4 മണിക്കൂറിനുള്ളിൽ നമ്മൾ ബെൽറ്റൊക്കെ മാറി സെറ്റാക്കും. അപ്പോൾ ഇതിനകത്തൊരു 1 മണിക്കൂർ ഡിലേ വന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് ബെൽറ്റ് വലിയ സൈസ് ആയത് കാരണം ഈ അടുത്തെങ്ങും ഇല്ലായിരുന്നു. അപ്പോൾ അത് വാങ്ങാനായിട്ട് ആൾ പോയിട്ട് വന്ന് ഒരു 1 മണിക്കൂർ ഡിലേ വരും. എന്നാണെങ്കിലും ഇനി ഒത്തിരി സമയം അടിക്കേണ്ട കേസ് വരില്ല എന്തായാലും. അത് നമുക്ക് കൈകാര്യം ചെയ്യാം നമുക്ക്. ഓക്കെ. ഒന്നുകൂടെ കയറ്റിക്ക്. മകുടി എങ്ങനെയാണെന്ന് ഓർത്തില്ല, അവന് മനസ്സിലാകണല്ലോ കേട്ടോ. ഇത് ഒന്നുണ്ട്. ഓക്കെ. പുതിയ ബെൽറ്റ് വന്നിരിക്കുകയാണ്. അങ്ങനെയൊന്നും ഇല്ല, ചുമ്മാ ആ പിടിച്ചോ. അന്നാ അത് പയ്യെ കൊള്ളിച്ച് ഇപ്പോൾ പൊട്ടിപ്പോയ ബെൽറ്റ് മാറ്റിയിട്ട് പുതിയ ബെൽറ്റ് ഇട്ടു. അങ്ങനെ നമ്മുടെ 2 പമ്പും ഊർജ്ജസ്വലരായിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഇനി നമ്മൾ 2 പമ്പിലൂടെയാണ് വെള്ളം തള്ളാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അതാ വെള്ളം നമ്മൾ അടിച്ചു. അപ്പോൾ നമ്മുടെ പരിപാടി നടക്കുകയാണ്. കുളം പറ്റിച്ച വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.